ശബരിമലയിൽ സുഖദർശനമായിരുന്നു. നല്ല സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ അയ്യപ്പനെ തൊഴുതു പോകുന്നുവെന്നാണ് സ്വാമിമാരൊക്കെ സനോജിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തവണ തീർത്ഥാടന കാലം തുടങ്ങുന്നതിന് വളരെ നേരത്തെ മുൻപ് തന്നെ മുന്നൊരുക്കങ്ങൾ തുടങ്ങുകയും കൃത്യമായ ഏകോപനം നടത്തുകയും ചെയ്തു എന്ന് മന്ത്രി വി.എൻ. വാസവൻ പലതവണ നമ്മളത് പറഞ്ഞതാണ്. പക്ഷേ വലിയ പരാതികൾ വന്നിരുന്നല്ലോ മനു. അത് സ്പോട്ട് ബുക്കിംഗുമായി ബന്ധപ്പെട്ട പരാതിയായിരുന്നില്ല. അത് മറ്റൊരു സുവർണാവസരം ചിലരൊക്കെ തേടിയതാണ്. പക്ഷേ അത് വളരെ കൃത്യമായിട്ട് തന്നെ ഇടപെടൽ നടത്തി അത് പൊളിച്ച് കയ്യിൽ കൊടുക്കുകയുണ്ടായി ദേവസ്വം മന്ത്രി, സർക്കാർ. അങ്ങനെ ഒരു സുവർണാവസരത്തിനുള്ള അവസരങ്ങളൊന്നും ആരും തേടണ്ട. ഭക്തർക്ക്, അയ്യപ്പന്മാർക്ക് അവർക്ക് ഏറ്റവും സൗകര്യപ്രദമായി വന്ന് അയ്യപ്പനെ കണ്ടു തൊഴുതു മടങ്ങുക എന്നത് മാത്രമാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. മറ്റു കാര്യങ്ങൾ അത് കയ്യിൽ വെച്ചാൽ മതി എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയുണ്ടായി സർക്കാർ സംവിധാനങ്ങൾ. അതിൻ്റെ ഭാഗമായിട്ടാണ് വളരെ കൃത്യമായി ഈ പറയുന്നത് പോലെ വെർച്വൽ ക്യൂ ഉണ്ട്, അപ്പോൾ തന്നെ സ്പോട്ട് ബുക്കിംഗും ഉണ്ട്. നമുക്ക് ഏറ്റവും ഭംഗിയായി അയ്യപ്പനെ തൊഴാനുള്ള അവസരമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് സന്നിധാനത്ത്. അതാണ് സ്വാമിമാരൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്തത്. ഇതേ കാര്യം തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമ്മളോട് സനോജ് സുരേന്ദ്രനോട് പങ്കുവച്ചതും. നമുക്ക് അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് കേട്ടുവരാലോ. ശരി, വളരെ വേഗം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്ത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സംസാരിച്ചിരുന്നു ഞങ്ങളോട് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട്. നമുക്ക് അതുകൂടി കേൾക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ശബരിമല ക്ഷേത്ര സന്നിധിക്ക് മുന്നിലെ നടപ്പന്തലിലാണ്, ക്യൂ കോംപ്ലക്സിലാണ്. സാധാരണ നിലയിൽ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുമ്പോൾ ഈ കോംപ്ലക്സുകളൊക്കെ നിറഞ്ഞു കവിയുന്നതാണ്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ കൂടിയും ഈ ക്യൂ കോംപ്ലക്സുകൾ ഫ്രീ ആയി കിടക്കുകയാണ്. തീർത്ഥാടകർ ഇങ്ങനെ നടന്നു പോവുകയാണ്. അതിൻ്റെ യാതൊരു തിരക്കും ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നില്ല. ഈ ഘട്ടത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്ത് നമുക്കിപ്പോൾ ചേരുകയാണ്. നമസ്കാരമുണ്ട്. നമസ്കാരം. ഈ ക്യൂ കോംപ്ലക്സ് സാധാരണ തീർത്ഥാടകരെ കൊണ്ട് നിറയുന്നതാണ്. ഇന്നലെ 74,000 തീർത്ഥാടകർ എത്തിയിട്ടും ഇവിടെ യാതൊരു തിരക്കും അനുഭവപ്പെടുന്നില്ല. എന്താണ് ഇതിൻ്റെ കാരണം? ഇവിടെ തിരക്ക് അനുഭവപ്പെടാത്തത് ഇവിടേക്ക് ആരും എത്താത്തതുകൊണ്ടല്ല. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വലിയ തിരക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം വൃശ്ചികം 1 നട തുറക്കുമ്പോൾ യഥാർത്ഥത്തിൽ വന്നെത്തിയ ഭക്തജനങ്ങളുടെ എണ്ണം ഇത്ര ഉണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും 70,000 വെർച്വൽ ക്യൂ, ഞങ്ങൾ 80,000 പറഞ്ഞത്. 70,000 വെർച്വൽ ക്യൂ കൃത്യമായി ബുക്ക് ചെയ്തിരിക്കുന്നു. നവംബർ വരെ 70,000 ഫില്ലായിരിക്കുന്നു. പിന്നെ ഇവിടേക്ക് എത്തുന്ന ഒരു ഭക്തജനങ്ങളും ഭഗവാനെ കാണാതെ തിരിച്ചു പോകുന്നൊരു വിശേഷം ഉണ്ടാകുന്നില്ല. എല്ലാവരും ഒത്തുകയാണ്. ഇന്നലെ തന്നെ ഏതാണ്ട് 80,000-ലധികം ആളുകൾ, 80,000-ൽ അകത്ത് നിൽക്കുന്ന ആളുകൾ കുറച്ച് അധികമായി തന്നെ ഇവിടേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അവർക്കെല്ലാം തന്നെ ഭഗവാനെ ശാന്തമായി ദർശിക്കുവാനുള്ള എല്ലാവിധമായ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതൊരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്, ഒരു കൂട്ടായ വിജയമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഞങ്ങൾ ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും തുടക്കം മുതലേ പറയുന്നത് ഇവിടെ 80,000 നിയന്ത്രിച്ചിരിക്കുന്നു. അത് പിന്നെ വെർച്വൽ ക്യൂ 70,000. അതെല്ലാം ഭക്തജനങ്ങൾ ഉൾക്കൊണ്ടു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സർക്കാരിൻ്റെയും എല്ലാവരുടെയും 20-ലധികം ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് മണ്ഡല മകരവിളക്ക് മഹോത്സവം നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എത്രയോ തവണ അവലോകന യോഗങ്ങൾ വിളിച്ചിരിക്കുന്നു. മന്ത്രിമാരുടെ നേതൃത്വത്തിലും, ദേവസ്വം വകുപ്പ് മന്ത്രി ബഹുമാനായ ശ്രീ വി.എൻ. വാസവനായാലും മറ്റ് വകുപ്പ് മന്ത്രിമാരായാലും അവരുടെ എല്ലാം ഒരു ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾ ഈ ശബരിമലയിലെ മണ്ഡല മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും, പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇവിടെ ഇങ്ങനെ സ്മൂത്തായി ഈ ദർശനം സാധ്യമാക്കുന്നതിൻ്റെ ഫസ്റ്റ് ക്രെഡിറ്റ് ക്രൗഡ് മാനേജ്മെൻറ്റിന് നേതൃത്വം നൽകുന്ന പോലീസാണ്. അവർ കൃത്യമായി അത് പഠിച്ച് അതിനെ ഒരു ഹോംവർക്ക് ചെയ്തിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഒരു വിജയം, ഇങ്ങനെ ഇത് സ്മൂത്തായി ഇങ്ങനെ പോകുന്നതിൻ്റെ ഒരു വിജയം അവർക്ക് കൂടി ഉള്ളതാണ്. ഒരു വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം ഇപ്പോൾ 18-ാം പടിയിൽ പോലീസ് വളരെ പ്രയത്നിച്ച് തീർത്ഥാടകരെ മിനിറ്റിൽ 80-85 തീർത്ഥാടകരെ കയറ്റിവിടുന്നു. ശ്രീകോവിലിൻ്റെ മുമ്പിൽ ദേവസ്വത്തിൻ്റെ ഗാർഡുമാർ കൃത്യമായി ഇടപെടുന്നു. അതാണോ ഇങ്ങനെ വളരെ സ്മൂത്തായി ഇപ്പോൾ ഇവിടെ ഒന്നും തിരക്ക് കാണാൻ കഴിയാത്തത്? അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും. കാരണം ഈ ഇവിടുത്തെ ഒരു ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത് 18-ാം പടിയാണ്. ആ 18-ാം പടിയിലേക്ക് മിനിറ്റിൽ എത്ര പേരെ അധികമായി കയറ്റി വിടുവാൻ സാധിക്കുമോ അത്ര കണ്ട് ഈ ബാക്കിലോട്ടുള്ള ക്യൂവിൻ്റെ നീളം കുറയും. അപ്പോൾ തീർച്ചയായിട്ടും പോലീസ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഹോംവർക്ക് ചെയ്തിരിക്കുന്നു. എനിക്ക് തോന്നുന്നു 18-ാം പടിയിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥർ ഡ്യൂട്ടി എടുക്കേണ്ട സമയം 20-ൽ നിന്ന് 15 കുറച്ചിരിക്കുന്നു. അതൊരു വലിയ കാര്യമാണ്. മാത്രമല്ല അവിടെ 18-ാം പടിയിൽ ഉണ്ടായിരുന്ന ചില പോലീസിൻ്റെ അഭിപ്രായം അനുസരിച്ചുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മൾ ദേവസ്വം ബോർഡ് ചെയ്തു കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു മിനിറ്റിൽ ഇന്നലെ ബഹുമാനായ ADGP ശ്രീജിത്ത് നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രിയോട് പറഞ്ഞത് ഏതാണ്ട് മിനിറ്റിൽ 85 വരെ കയറ്റാൻ പറ്റുന്നുണ്ട്. അത് 85-70 ശരാശരി 80 പേരെ നമുക്ക് 18-ാം പടിയിൽ കയറ്റിവിടാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ കയറ്റിവിടാൻ സാധിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ സ്മൂത്തായി ദർശനം സാധ്യമാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രെഡിറ്റ്. അതിന് പോലീസ് മാത്രമല്ല, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും, ഞങ്ങളുടെ ദേവസ്വം ജീവനക്കാർ, ദേവസ്വത്തിൻ്റെ ഗാർഡുമാർ, ദേവസ്വത്തിൻ്റെ ജീവനക്കാർ, സോപാനം ഡ്യൂട്ടിയിൽ നിൽക്കുന്നവർ, എല്ലാവരുടെയും ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങൾ, ആരോഗ്യ സംവിധാനങ്ങൾ,
ഇവിടെ മികച്ച ആരോഗ്യ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെ 3.25 ലക്ഷത്തോളം ആളുകൾ വന്നിട്ടും 1 മണിക്കൂർ പോലും തീർത്ഥാടകർക്ക് ദർശനത്തിനായി ക്യൂ നിൽക്കേണ്ടി വന്നില്ല എന്നാണ് പലരും പറയുന്നത്. അതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. അത് ദേവസ്വം ബോർഡിൻ്റെയോ ആരുടെയും മിടുക്കുകൊണ്ടല്ല, ഒരു കൂട്ടായ വിജയമാണത്. ഞാൻ പറഞ്ഞില്ലേ, 20-ൽ പരം ഡിപ്പാർട്ട്മെൻറ്റുകളുടെ, ചെറുതും വലുതുമായ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ വിജയമാണ് ഇന്നിവിടെ സ്മൂത്തായി ദർശനം നടക്കുന്നത്. എന്തായാലും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുവാൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ദേവസ്വം ബോർഡിന് സഹകരിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. സഹകരിക്കുന്ന ഉദ്യോഗസ്ഥരോടുള്ള നന്ദിയും ഈ അവസരത്തിൽ പറയുവാൻ ഞാൻ വിനിയോഗിക്കുകയാണ്. തീർച്ചയായിട്ടും ആ കൂട്ടായ്മ തന്നെയാണ് ഇത്തവണ ശബരിമലയിൽ തീർത്ഥാടനം വളരെ സുഖകരമായി മുന്നോട്ട് പോകാൻ സഹായകരമാവുന്നത്. ക്യാമറമാൻ ജയപ്രകാശിനൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, സന്നിധാനം.